തൃശൂർ നഗരത്തെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് അല്പസമയത്തിനുള്ളിൽ സമാപനം. കോടിയേരി നയിക്കുന്ന തെക്കൻ ജാഥയും കാനം നയിക്കുന്ന വടക്കൻ ജാഥയും തൃശൂരിൽ സംഗമിക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ 1 ലക്ഷം പേർ പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നഗരത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി. വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, എത്രത്തോളം ആവേശകരമാണ് സമ്മേളന നഗരി? ഒപ്പം എപ്പോഴാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, തൃശൂർ നഗരിൽ ചെങ്കടലാക്കിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ കേരള രക്ഷായാത്ര ഇപ്പോൾ ഇവിടെ സമാപിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ തെക്കൻപാത മൈതാനം പൂർണ്ണമായി നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ചടങ്ങുകൾ ഇത് മറ്റ് സമാപന സമ്മേളനത്തിലെ കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോഴും ഇവിടേക്ക് കാനം രാജേന്ദ്രന്റെയോ കോടിയേരിയുടെയോ യാത്രകൾ എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയാണ് ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. അദ്ദേഹവും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ തന്നെ ഈ പ്രദേശം മുഴുവനായി തന്നെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തൃശൂർ നഗരം പൂർണ്ണമായി തന്നെ LDFന്റെ പ്രവർത്തകർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇവിടേക്ക് ഇപ്പോൾ മറ്റ് പലയിടത്തും പ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നു. ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി തന്നെ ചെറിയ സ്വർണ്ണങ്ങളാണ് ഇവിടേക്ക് ഇപ്പോൾ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു പ്രകടനം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് പൂർണ്ണമായി തന്നെ. അതിന് പലയിടങ്ങളിൽ വാഹനങ്ങൾ എത്തിയ ശേഷം അവിടെ നിന്ന് ചെറിയ പ്രകടനങ്ങളായി ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി തലത്തിലാണ് അവിടുത്തെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഗമം അല്പസമയത്തിൽ ആരംഭിക്കും. 5 മണിയോടെയാണ് പറഞ്ഞിരുന്നതെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ ചടങ്ങുകൾ സമ്മേളനത്തിന്റേതായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ യാത്ര തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടാണ് 2 യാത്രകളായി കാനം നയിക്കുന്ന വടക്കൻ മേഖല ജാഥയും കോടിയേരി തെക്കൻ മേഖല ജാഥയും ഇവിടേക്ക് ഇപ്പോൾ സമാപിക്കാനായി പോകുന്നത്. മുഴുവൻ ജനങ്ങളെയും നേരിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഈ യാത്രകൾ ഇപ്പോൾ തൃശൂർ അവസാനിക്കാൻ പോകുന്നത്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, കേരളത്തിൽ അക്രമം അയച്ചുവിടുന്ന BJPയുടെയും അതുപോലെ നടത്തുന്ന കോൺഗ്രസിനെതിരെയും ആണ് ഉള്ള താക്കീത ഈ ഒരു സംഗമം ഇവിടെ മാറാൻ പോവുകയാണ്. BJP സർക്കാരിന്റെ പുറത്താക്കുന്ന രാജ്യരക്ഷയ്ക്ക് വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ ജാഥ കേരളം അങ്ങോളമെങ്കിലും സഞ്ചരിച്ചത്. അതിന്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സമാപനത്തിലെ കാര്യങ്ങൾ പോകുമ്പോൾ വലിയ ജനപിന്തുണ, ജനകീയ കൂട്ടായ്മയായി ഈ ഒരു LDFന്റെ ജാഥ മാറുകയാണ്. വലിയ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. പൂർണ്ണമായി തന്നെ ഒരു വലിയ ജനകീയ അടിത്തറ പങ്കാളിത്തത്തോട് തന്നെ ഈ ഒരു സമാപന സമ്മേളനം ഇവിടെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. 1 ലക്ഷം പേരുടെ ഒരു റാലിയുടെ 1 ലക്ഷം പേരടങ്ങുന്ന ഒരു സമ്മേളനമായി സമ്മേളനം മാറുന്നു. ലക്ഷണമാക്കാതെ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയും ഇവിടേക്ക് ഇപ്പോഴും ആൾക്കാർ എത്തുന്നതേ ഉള്ളൂ. ഈ തൃശൂർ മൈതാനിൽ, തേക്കിൻകാട് മൈതാനിലെ വിദ്യാർത്ഥികൾ പൂർണ്ണമായി തന്നെ നിറഞ്ഞിരിക്കുകയാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അതിനെ കൂടാതെ തന്നെ തുറന്ന ജീപ്പിൽ കാനത്തെയും കോടിയേരി ബാലകൃഷ്ണനെയും ഇവിടേക്ക് ആനയിക്കുകയും ചെയ്യും. ഈ 2 പേരും ഇവിടേക്ക് വേദിയിലേക്ക് എത്തുന്നതോട് തന്നെ ഈ സമാപന സമ്മേളനത്തിന് തുടക്കമാവുകയും ചെയ്യും. എന്തായാലും ജനങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള പ്രത്യേക രീതിയിൽ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. ട്രാഫിക് തടസ്സങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ചെറു പറഞ്ഞകൾ മാത്രമായ പ്രവർത്തകർ യോഗസ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുക. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല ജാഥ വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയിരുന്നു. അവിടെ വലിയ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിയാണ് ഈ ജാഥ അവസാനിച്ചതും. അതിന് ശേഷമാണ് കാനം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തൃശ്ശൂരേക്ക് എത്തുന്നത്. 2 ജാഥകളും പൂർണ്ണമായി തന്നെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനഹൃദയങ്ങൾ സ്ഥാനം പിടിച്ച യാത്രയായി മാറുകയായിരുന്നു. ആ യാത്രയുടെ അവസാനമാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം, വലിയ ജനപിന്തുണ. ആ ജനപങ്കാളിത്തത്തിൽ തൃശ്ശൂരിലെ സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും പൂർണ്ണമായി പങ്കാളികളാവുകയാണ്. മുഴുവൻ ജനങ്ങളും ഇവിടേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നു. തൃശ്ശൂർ നഗരം ഇന്നോളം കാണാത്ത രീതിയിലൊരു തിരക്കിലെ ഈ കാര്യങ്ങൾ പോകുന്നു. പൂർണ്ണമായി തന്നെ ഈ നഗരം ചുവന്നിരിക്കുന്നു. പൂർണ്ണമായി തന്നെ ഇവിടേക്ക് ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു ജനപങ്കാളിത്തം നടക്കുന്ന ഒരു ജാഥയായി ഈ ജാഥ മാറിയിരിക്കുകയാണ്. വലിയ സ്വീകരണങ്ങൾ, അതുപോലെ തന്നെ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ ജാഥ പുരോഗമിച്ചത്. അതിന്റെ അവസാന കടന്നെത്തുമ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ സ്വീകരണത്തിൽ നിന്നും അപ്പുറത്തേക്ക് തൃശ്ശൂർ ജില്ല മുഴുവനായി തന്നെ ഈ തേക്കിൻകാട് മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. എന്തായാലും അല്പസമയത്തിനകം ജാഥ സമാപന സമ്മേളനം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിന് പിന്നാലെ കോടിയേരിയും കാനവും അടക്കമുള്ള പ്രമുഖർ സംസാരിക്കും. ഇതിന് പിന്നാലെ ജാഥയിൽ അംഗങ്ങളായ പ്രമുഖർ ഈ വേദിയിൽ സംസാരിക്കുകയും ചെയ്യും. എന്തായാലും നമ്മൾ പലപ്പോഴും പറയുന്നത് വലിയ ജനത്തിരക്ക്, വലിയ ജനപിന്തുണ ഈ യാത്രയ്ക്ക് വീണ്ടും നമുക്ക് ദൃശ്യമാവുകയാണ്. BJPയുടെയും കോൺഗ്രസിന്റെയും കുപ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ അവരുടെ എല്ലാ രാഷ്ട്രീയ നയങ്ങൾക്കും എതിരായി തന്നെയുള്ള ജനകീയ കൂട്ടായ്മയായി മാറുകയാണ് ഈ LDFന്റെ സമാപന യാത്ര. എന്തായാലും ഈ ഘട്ടത്തിൽ
പൂർണ്ണമായിട്ട് ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടേക്ക് ജനങ്ങളിലേക്ക് ഇവിടെ ജനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. പല ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഇപ്പോഴും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടില്ല. നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. പക്ഷെ എന്തായാലും ഈ ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി തന്നെ ജനകീയ കൂട്ടായ്മയായി ഈ ജാഥ മാറുകയും ചെയ്യുന്നു. എന്തായാലും ഈ ലക്ഷം പേരുടെ റാലിയോടെ ജാഥ സമാപിക്കാനിരിക്കെ വലിയ ജനകീയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. BJP രാജ്യത്തെ രക്ഷിച്ചു, വികസനം, സമാധാനം, സാമൂഹിക പുരോഗതി തുടങ്ങിയ വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ ഇവിടെ എത്തിയത്. എന്തായാലും ഈ സമാപനം സമ്മേളനം വിജയകരമാക്കാൻ വലിയ ഒരുക്കങ്ങളാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി, CPM LDFന്റെ ജില്ലാ കമ്മിറ്റിയും ഒരുക്കിയത്. വലിയ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് തന്നെ വരുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുമ്പോൾ ബുദ്ധിമുട്ടാകാതിരിക്കാൻ പ്രത്യേകമുള്ള ശ്രദ്ധ ഒരുക്കിയിട്ടുണ്ട്. ജാഥ ക്യാപ്റ്റന്മാരായ കോടിയേരി ബാലകൃഷ്ണനും താൻ രാജേന്ദ്രനും ജാഥ അംഗങ്ങൾക്ക് പുറമെ LDFന്റെ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ തൃശൂരിന്റെ കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഈ വേദിയിൽ സംബന്ധിക്കുകയും ചെയ്യും. എന്തായാലും വലിയ ജനപിന്തുണയോടെ തന്നെ ജാഥ ഇപ്പോൾ അവസാനിക്കാനിരിക്കുകയാണ്. ശരി അഭിറാം, ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്നും സാലി മുഹമ്മദ് കൂടി ചേരുകയാണ്. സാലി, അഴീക്കോടിന്റെ ഹൃദയരക്തം വീണ് ചുമന്ന തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായിരിക്കുന്നു. എത്രത്തോളം ആവേശത്തിലാണ് അണികൾ? ഒപ്പം എപ്പോഴായിരിക്കും സമ്മേളനത്തിന്റെ മറ്റു ചടങ്ങുകൾ ആരംഭിക്കുക? വിശദാംശങ്ങൾ എന്താണ്? സാലി, കേൾക്കാമെങ്കിൽ തീർച്ചയായും അല്പസമയത്തിനകം തന്നെ യോഗ നടപടികൾ ആരംഭിക്കും. വലിയ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് തൃശ്ശൂരിലെ ഇടതുമുന്നണി പ്രവർത്തകരും നേതാക്കളും എന്ന് പറയാം. ഇപ്പോൾ ഏതാണ്ട് തെക്കിൻകാട് മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം മുന്നണി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് ഇരു ജാഥകളുടെയും സമാപന സംഗമ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ കണ്ടിട്ടില്ലാത്തത്ര വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. വലിയ ഒരു കേന്ദ്രീകരിച്ച പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം തൃശ്ശൂർ നഗരത്തെ ഗതാഗതക്കുരുക്കിലാഴ്ത്തുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ചെറു പ്രകടനങ്ങളായി ഇവിടെ മൈതാനത്തേക്ക് എത്തിച്ചേരാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അതിനനുസരിച്ച് ചെറു പ്രകടനങ്ങളായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തകർ മൈതാനത്തെ എത്തിച്ചേരുകയാണ്. ഇതിനകം തന്നെ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇരു ജാഥാ ക്യാപ്റ്റന്മാരും വടക്കൻ മേഖലാ ജാഥ നയിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും തെക്കൻ മേഖലാ ജാഥ നയിച്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും തുറന്ന വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേരും. തൊട്ടടുത്ത് നിന്ന് തന്നെ ഇവരെ സ്വീകരിച്ച് ഈ സമ്മേളന വേദിയിലേക്ക് ആനയിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെയും സ്വീകരിച്ച് ആനയിക്കുന്ന ഇടത്തും 10,000കണക്കിന് പ്രവർത്തകർ തിങ്ങിക്കൂടിയിരിക്കുന്നു. പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ഈ സമാപന നേതാക്കളെ ആനയിക്കുക എന്നതാണ് ലക്ഷ്യം. ജാഥ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ സ്വീകരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായി പിണറായി വിജയനാണ് ജാഥയുടെ ഈ സമാപന സമ്മേളനം, അതായത് 2 ജാഥകളും സംഗമിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരം ഒരു പ്രത്യേകതകളുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും ഒക്കെയായി തന്നെയാണ് ഈ ആൾക്കൂട്ടം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 14-ന് തിരുവനന്തപുരത്തു നിന്നും ഫെബ്രുവരി 16-ന് മഞ്ചേശ്വരത്തു നിന്നും കാസർഗോഡ് നിന്നും ആണ് 2 ജാഥകൾ ആരംഭിച്ചത്. തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്തത് CPIയുടെ ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി, നയിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ, CPI സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. മറിച്ച് വടക്കൻ മേഖലാ ജാഥ മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ചു. അത് ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തത് CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ജാഥ നയിച്ചത് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിലും 10,000കണക്കിന് പ്രവർത്തകർ അണിനിരത്തിയുള്ള സ്വീകരണ പരിപാടികളാണ് ജാഥയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനക്കൂട്ടം എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കോടിയേരി ബാലകൃഷ്ണനൊപ്പം ജാഥയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച എല്ലാ വ്യക്തമാണ്
സാലി തൃശൂർ നഗരത്തെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് അല്പസമയത്തിനുള്ളിൽ സമാപനമാകും. കോടിയേരി നയിക്കുന്ന തെക്കൻ ജാഥയും കാനം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയും തൃശൂരിൽ സംഗമിക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. സമാപന സമ്മേളനത്തിൽ 1,00,000 പേർ പങ്കെടുക്കും. തേക്കിൻകാട് മൈതാനിയിൽ ലക്ഷക്കണക്കിന് പേരാണ് ഇതിനോടകം തന്നെ തേക്കിൻകാട് മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്ര സംഭവത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് തൃശൂർ നഗരത്തെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് അല്പസമയത്തിനുള്ളിൽ സമാപനമാകും. തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്ന് സംബന്ധിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തീവ്രവാദ ബന്ധം ഖുറേഷിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ആരാണ് ജെയ്ഷെ മുഹമ്മദുമായി സംസാരിക്കാറുള്ളതെന്ന ചോദ്യത്തിന് മറുപടി പറയാനാകാതെ ഖുറേഷി പുൽവാമ സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ അല്ലെന്നും ഖുറേഷി ന്യായീകരിച്ചു. അതേസമയം പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കി. ദുരൂഹമായ രീതിയിൽ ആഗോള തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ന്യായീകരിക്കുകയാണ് പാക് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഷാ ഖുറേഷി. BBC-ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പുൽവാമ സ്ഫോടനത്തിൽ ജെയ്ഷയ്ക്കുള്ള പങ്ക് ഖുറേഷി തള്ളിക്കളഞ്ഞു. സ്ഫോടനം നടത്തിയിട്ടില്ലെന്ന് തീവ്രവാദ സംഘടനാ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. There's confusion on that. Where's the confusion? The confusion is that the leadership when contacted they said no. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃനിരയുമായി ബന്ധമുണ്ടെന്ന് അബദ്ധത്തിൽ സമ്മതിച്ചതോടെ പാക് വിദേശകാര്യമന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചു. ഏത് തീവ്രവാദിയുമായാണ് സംസാരിച്ചതെന്ന ചോദ്യത്തിനും ഖുറേഷിക്ക് കൃത്യമായ മറുപടി നൽകാനായില്ല. So who's contacted the leadership of Jaish Mohammed in Pakistan? They're people who are known to them. They're people who are known to them. And they've said that we weren't responsible. They claim no responsibility. തീവ്രവാദികളെ സഹായിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ഇന്ത്യൻ വാദത്തിന് ബലം നൽകുന്നതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നിലപാട്. ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമ സ്ഫോടനത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കി ഐക്യരാഷ്ട്ര സംഘടന പ്രമേയം പാസാക്കിയതും പാകിസ്ഥാൻ കാര്യമാക്കുന്നില്ല. സ്വന്തം മണ്ണിലെ തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ പാക്കുമായി ചർച്ചയുള്ളൂവെന്ന് ഇന്ത്യ വീണ്ടും ആവർത്തിച്ചു. ചർച്ചയാകാമെന്ന ഇമ്രാൻഖാൻ നിലപാട് ഇന്ത്യ തള്ളി. മധ്യസ്ഥ ചർച്ചയെന്ന ആവശ്യവും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ തകർന്നു വീണതിന് തെളിവുണ്ടെന്ന് സൈന്യം. ബാലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദിന്റെ 4 കെട്ടിടങ്ങൾ തകർന്നു. റഡാർ ദൃശ്യങ്ങൾ സൈന്യത്തിന്റെ പക്കലുണ്ട്. അതേസമയം വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ആരോഗ്യ പരിശോധനയ്ക്കായി ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ വ്യോമസേനാ മേധാവി അഭിനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ ക്യാമ്പായ ബലാക്കോട്ടിൽ വലിയ നാശനഷ്ടങ്ങൾ വ്യോമാക്രമണത്തിലൂടെ ഉണ്ടായി. കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകരുന്നതിന്റെ റഡാർ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന് സൈനിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി. 4 കെട്ടിടം ബലാക്കോട്ടിൽ ഉണ്ടായിരുന്നു. മസൂദ് അസ്ഹറിന്റെ സഹോദരൻ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ്, എൽ ഷേപ്പുള്ള മറ്റൊരു കെട്ടിടം, തീവ്രവാദ പരിശീലനത്തിനായി എത്തുന്നവർക്കും പരിശീലനം പൂർത്തിയായവർക്കും താമസിക്കാൻ 2 കെട്ടിടങ്ങൾ എന്നിവയാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇന്ത്യൻ വ്യോമസേന തകർത്തു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൈന്യം ശേഖരിച്ചു വരികയാണ്. നിലവിൽ സൈന്യത്തിന്റെ സിന്തറ്റിക് അപ്രേറ്റ്സ് റഡാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും ആവശ്യമായ സമയത്ത് പരസ്യപ്പെടുത്തുമെന്നും സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. ആക്രമണത്തിന് മിറാഷ് വിമാനത്തിൽ ഇസ്രയേലി മിസൈലായ S-2000 ആണ് ഉപയോഗിച്ചത്. ജാമർ പ്രതിരോധങ്ങളെ തകർത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഇസ്രയേലി മിസൈൽ ഭൂമിക്കുള്ളിൽ എത്തിയ ശേഷമാണ് പൊട്ടിത്തെറിക്കുക. ഇതുവഴി ഭൂമി താഴ്ന്നു പോകും. ബലാക്കോട്ടിൽ അതാണ് സംഭവിച്ചത്. ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം സ്ഥലം സീൽ ചെയ്തത് സംശയമുണ്ടാക്കുന്നു. മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യ പരിശോധന നടത്തുമെന്ന് സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയച്ചതിനു ശേഷം അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. പാകിസ്ഥാൻ പലതവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ജനവാസ മേഖലയിലേക്കും പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടു. പുൽവാമയ്ക്കടുത്ത് ത്രാലിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു നാട്ടുകാരന് പരിക്കേറ്റു.
ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കൂടാതെ ജനവാസ മേഖലയിലേക്ക് കൂടി ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ. അഭിനന്ദനെ വിട്ടയച്ചതിന് പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് പാകിസ്ഥാൻ തുടർന്നു. പൂഞ്ച് ജില്ലയിലെ സലോത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. പൂഞ്ച് ജില്ലയിലെ തന്നെ മാൻകോട്ട് മേഖലയിലും പാക് വെടിവയ്പുണ്ടായി. പ്രദേശവാസിയായ യുവതിക്ക് പരുക്കേറ്റു. പ്രദേശത്ത് തുടർച്ചയായ 8ാം ദിവസമാണ് വെടിവയ്പുണ്ടാകുന്നത്. പുൽവാമയ്ക്കടുത്ത് ത്രാലിൽ ഭീകരർ സുരക്ഷാ സേനയുടെ വാഹനം ലക്ഷ്യമാക്കി സ്ഫോടനം നടത്തി. ഒരു നാട്ടുകാരന് സംഭവത്തിൽ പരുക്കേറ്റിട്ടുണ്ട്. പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘട്ടി, ബാലാകോട്ട് പ്രദേശങ്ങളിലും പാക് പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പലരും വീടൊഴിഞ്ഞു പോകുകയാണ്. പുൽവാമ സംഭവത്തിന് ശേഷം മാത്രം 40ലേറെ തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതേസമയം ഹിമാചലിലെ അവലാഞ്ചിൽ മഞ്ഞിൽ കുടുങ്ങിയ 5 സൈനികരിൽ ഒരാളുടെ മൃതദേഹം തെരച്ചിലിനിടെ കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമില്ല. 6 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. AAP സഖ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായം നിലനിൽക്കെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തുനിൽക്കാതെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇരു പാർട്ടികളും സഖ്യമില്ലാതെ മത്സരിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള വഴിയൊരുക്കും. AAP സഖ്യത്തിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും 2 തട്ടിൽ നിൽക്കവെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തുനിൽക്കാതെ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വെസ്റ്റ് ഡൽഹി ഒഴികെയുള്ള 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിന്റെ പാർട്ടി ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. ആം ആദ്മി പാർട്ടി കൺവീനറും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായി സഖ്യത്തിന് താൽപര്യമറിയിച്ചിരുന്നു. മമതാ ബാനർജി, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരും സഖ്യം വേണമെന്ന് കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. BJPക്കെതിരായി അരവിന്ദ് കെജ്രിവാൾ സംഘടിപ്പിച്ച റാലിയിലും കോൺഗ്രസ് എത്തിയതോടെ സഖ്യമുണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ സഖ്യത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം മൂലം തീരുമാനം വൈകി. കോൺഗ്രസിനെ മുഖ്യശത്രുവായി രൂപീകരിച്ച ആം ആദ്മിയുമായി സഖ്യം വേണ്ടെന്നും 4 സീറ്റുകൾ ലഭിച്ചാൽ സഖ്യമാകാമെന്നും കോൺഗ്രസിൽ അഭിപ്രായങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം PCC യോഗത്തിന് ശേഷം സഖ്യസാധ്യതകൾ അവസാനിച്ചെന്നുള്ള സൂചനകൾ PCC അധ്യക്ഷ ഷീല ദീക്ഷിത് നൽകിയിരുന്നു. ഇതോടെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തുനിൽക്കാതെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് 7 സീറ്റുകളും തൂത്തുവാരിയിരുന്നു. സഖ്യമുണ്ടായാൽ BJPക്ക് വലിയ വെല്ലുവിളിയാകുമായിരുന്നു. ത്രികോണ മത്സരം വരുന്നതോടെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമെന്നുറപ്പായി. ഇതോടെ ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊപ്പം ദില്ലിയിലും കോൺഗ്രസിന് തനിച്ച് മത്സരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 6 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തി സംസ്ഥാനമായ ജമ്മു കാശ്മീർ ആയിരിക്കും. പുൽവാമ സ്ഫോടനവും വിഘടനവാദവും രാജ്യത്തിന്റെ തെക്കേ അറ്റമായ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയത്തിൽ പോലും സ്വാധീനമുണ്ടാക്കും. നാഷണൽ കോൺഫറൻസും PDPയുമാണ് ജമ്മു കാശ്മീരിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതെങ്കിലും ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ച BJP സജീവമാണ്. ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ്, ലഡാക്ക്, ഉധംപൂർ, ജമ്മു എന്നിവയാണ് ജമ്മുകാശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. പാകിസ്ഥാനുമായുള്ള തർക്കത്തിലെ കേന്ദ്രബിന്ദുവായ ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയവും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്. മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന PDPയും ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസുമാണ് മുഖ്യ എതിരാളികൾ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെഹബൂബ മുഫ്തിയും BJPയും സഖ്യമായി മത്സരിച്ചു. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമ്മു മേഖലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ BJPക്കായി. ശ്രീനഗർ മേഖലയിലെ ബാരാമുള്ളയിൽ മെഹബൂബ മുഫ്തിയുടെ PDP വിജയിച്ചു. ശ്രീനഗറും അനന്ത്നാഗും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും നേടിയെടുത്തു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംയുക്തമായി മത്സരിച്ച PDPയും BJPയും ഭരണം നേടിയെങ്കിലും നീണ്ടുനിന്നില്ല. ഇരുവരും പിണങ്ങിപ്പിരിഞ്ഞതിനു പിന്നാലെ നിത്യശത്രുവായ നാഷണൽ കോൺഫറൻസുമായി PDP സഖ്യമുണ്ടാക്കി. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിന് തൊട്ടുമുമ്പ് BJP നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. നിലവിൽ സർക്കാരില്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാശ്മീരികളെ ബുദ്ധിമുട്ടിക്കുന്നു. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ ചട്ടം എടുത്തുമാറ്റാനുള്ള BJP താൽപര്യം കൂടുതൽ പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്തെ ഞെട്ടിച്ച് പുൽവാമ സ്ഫോടനവും ഉണ്ടായതോടെ കാശ്മീർ യുദ്ധമേഖലയായി മാറി. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞു. ബങ്കറുകളിൽ അഭയം തേടേണ്ട ഒരു ജനതയായി കാശ്മീരികൾ മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് ലീഗ് 3ാം സീറ്റ് സംബന്ധിച്ച തർക്കത്തിന് ഉഭയകക്ഷി ചർച്ചയിലും പരിഹാരമായില്ല. സീറ്റ് വിഷയം 6ാം തീയതി പാണക്കാട് നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കോൺഗ്രസ് ലീഗ് സീറ്റ് തർക്കം ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞു.
ന്യായീകരണമില്ലാത്ത ഒരു കാര്യവും ലീഗ് ഉന്നയിക്കാറില്ലെന്നാണ് ഇരുകക്ഷി നേതാക്കളും ചേർന്ന ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അല്ല, ന്യായമല്ലാത്ത ആവശ്യങ്ങൾ വല്ലതും പാർട്ടി പറയോ? പാർട്ടി കമ്മിറ്റിയിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. സീറ്റ് വിഭജനം സംബന്ധിച്ച് 6-ാം തീയതി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാവുമെന്നാണ് ഇരു പാർട്ടി നേതാക്കളും പറഞ്ഞത്. 3-ാം സീറ്റ് എന്ന ലീഗിന്റെ അവകാശവാദം കുറച്ചൊന്നുമല്ല UDF-ൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് സീറ്റ് തർക്കവും മുന്നണിയെ വലയ്ക്കുകയാണ്. ഈ മാസം 3-ാം തീയതി കേരള കോൺഗ്രസ് യോഗം ചേരും. 4-ാം തീയതി കോൺഗ്രസ് നേതാക്കളും യോഗം ചേരും. ഈ യോഗങ്ങൾക്ക് ശേഷമാവും സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. അതേസമയം ഒരുപാട് ഓപ്ഷനുകൾ തങ്ങൾക്കുണ്ടെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 2 പ്രാവശ്യമായിട്ട് നടന്ന ചർച്ചയിൽ ഒരുപാട് ഓപ്ഷൻസും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പാർട്ടി ഹൈപവർ കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി പ്രസിഡന്റ് അപ്രൂവലോടുകൂടി ഞങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കും. UDF-ലെ സീറ്റ് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന UDF നേതൃമോഹവും ആദ്യ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF-ന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, C ദിവാകരൻ MLA, CPI ജില്ലാ സെക്രട്ടറി GR അനിൽ എന്നിവരാണ് പട്ടികയിൽ. 3-4 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും.